Good morning. Okay, Havani and Sana, good morning. Hey, Donna, good morning. വെയിറ്റ് ചെയ്യാം അല്ലെ, നമുക്ക് കുറച്ച് പേര് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ശരണ്യ, ഗുഡ് മോർണിംഗ്. ഓക്കെ, നമുക്ക് പതുക്കെ തുടങ്ങാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ചില കമ്പോണന്റുകൾ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. എത്ര കമ്പോണന്റ് പഠിച്ചു നമ്മള്? 11 അല്ലെ. 11 കമ്പോണന്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വായിച്ചു നോക്കിയോ എല്ലാവരും? വായിച്ചു നോക്കിയിരുന്നോ? ഓക്കെ, ക്ലിയർ ആണല്ലോ. അതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല, വലിയ വലിയ പോയിന്റുകളൊന്നും പറയുന്നില്ല കേട്ടോ. നമ്മൾ പേഷ്യന്റിന് അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാനും പേഷ്യന്റിനെ മാനേജ് ചെയ്യാനും അല്ലെ, അതുപോലെ തന്നെ ഇൻഷുറൻസ് മാനേജ്മെന്റിനും പിന്നെ ബില്ലിംഗ് മാനേജ്മെന്റിനും എല്ലാത്തിനുമായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? HMSന്റെ സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. ആ ഒരു ഐഡിയ മാത്രമാണ് അവിടെ പറയുന്നത്. അപ്പൊ കമ്പോണന്റുകളൊക്കെ നിങ്ങൾ ആ ഹെഡിങ്ങുകളൊക്കെ നോക്കി വെക്കുക. എന്തൊക്കെ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് HMSന്റെ പ്രധാനപ്പെട്ട കമ്പോണന്റുകൾ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ളത് നോക്കാം. ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് ബെനിഫിറ്റ്സ് ആണ് കേട്ടോ. Benefits of a hospital management system. Benefits of a hospital management system. ഈ ഒരു HMSന്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ കമ്പോണന്റുകൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് HMSന്റെ ബെനിഫിറ്റുകളാണ് കേട്ടോ, പ്രയോജനങ്ങളാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് 9 പോയിന്റുകളാണ് പഠിക്കാനുള്ളത്. നിങ്ങൾ പോയിന്റുകൾ മാത്രം പഠിച്ചു വയ്ക്കുക കേട്ടോ. ഏതൊക്കെയാണ് 9 പോയിന്റുകൾ? ഫസ്റ്റ് വൺ വരുന്നത് ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ദ ഹോസ്പിറ്റൽ. അതായത് ഹോസ്പിറ്റലിനും പേഷ്യൻസിനും ഇടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് വളരെയധികം എന്ത് ചെയ്യാൻ പറ്റി? ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അല്ലെ, മെച്ചപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ്. ഓക്കെ, ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ദ ഹോസ്പിറ്റൽ. രണ്ടാമത്തെ കമ്പോണന്റ് എന്താണ്? സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ. നമുക്ക് ഹോസ്പിറ്റൽ വിവരങ്ങളെ വളരെ സുരക്ഷിതമായിട്ട് തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റൊരു ബെനിഫിറ്റ് അല്ലെ, സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ. ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ. പേഷ്യന്റിന്റെ വിവരങ്ങളെ നമുക്ക് വളരെ ആക്സസ് ചെയ്യാനായിട്ട്, വളരെ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. എന്ന് വെച്ചാൽ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പേഷ്യൻസിന്റെ ഡാറ്റകള് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ, പ്രയോജനപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ നാലാമത്തെ പോയിന്റ് എന്താണ്? റെഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം. റെഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം. ഓക്കെ, അതായത് നമുക്ക് ടൈം എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് എ പ്രോസസ്. ഒരു പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു സമയമാണ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ ടൈം നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റി? സേവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് അല്ലെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. റെഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം, നമുക്ക് ടൈം എന്ത് ചെയ്യാൻ പറ്റി? കുറയ്ക്കാൻ പറ്റി എന്ന് പറഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ടൈം ഒരു തരത്തില് സേവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് ആണ്. കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് എന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് സാധിച്ചു അല്ലെ. അതായത് നമുക്ക് കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ ഉപരി നമുക്ക് കോസ്റ്റിനെ വളരെ ഇഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ശരി.
കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. കോസ്റ്റ് നമുക്ക് ഈ ചെലവുകളെ നല്ല രീതിയിൽ ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിച്ചു. കോസ്റ്റ്. ഓക്കെ. ആറാമത്തെ പോയിന്റ് ഇതാണ്. ഇന്റലിജന്റ് അനലിറ്റിക്സ് വിത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്സ്. നമ്മൾ ഈ HMS സംവിധാനങ്ങളിലൂടെ ഓട്ടോമേറ്റഡ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന റിപ്പോർട്ടുകളിലൂടെ നമുക്ക് ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളെ അനലൈസ് ചെയ്യാനായിട്ട് സാധിച്ചു. ഓക്കെ. ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ജസ്റ്റ് പോയിന്റുകൾ ഒന്ന് പറയാണ്. ഏഴാമത്തെ എന്താണ്? സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ കൺട്രോള് നമുക്കൊരു സിംഗിൾ ഹെഡിലോട്ട് അല്ലെങ്കിൽ ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. എട്ടാമത്തെ പോയിന്റ് റെഡ്യൂസ്ഡ് മെഡിക്കൽ എറേഴ്സ്. മെഡിക്കൽ എറേഴ്സുകൾ കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ റെഡ്യൂസ്ഡ് റീ അഡ്മിഷൻസ് ആൻഡ് റീ ഹോസ്പിറ്റലൈസേഷൻ റേറ്റ്. റീ അഡ്മിഷൻ ആൻഡ് റീ ഹോസ്പിറ്റലൈസേഷൻ നിരക്കുകൾ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിച്ചു. ഇതൊക്കെ എന്താണ്? HMS കൊണ്ടുള്ള ബെനിഫിറ്റുകളാണ് കേട്ടോ. ഓക്കെ. ആ പോയിന്റുകളാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇപ്പൊ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാം, which among the following is included in the benefits of an hospital management system? അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ബെനിഫിറ്റുകൾ കേട്ട് പരിചയം ഉണ്ടാവുക കേട്ടോ. ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഷ്യന്റ് ആൻഡ് ഹോസ്പിറ്റൽ, സെക്യൂർ ഹോസ്പിറ്റൽ ഡാറ്റ, ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ, റെഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം. അങ്ങനെ 9 പോയിന്റുകൾ കേട്ടോ. അതിന് ഓരോന്ന് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് പോയിന്റ് എടുക്കാം. ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഷ്യന്റ് ആൻഡ് ഹോസ്പിറ്റൽ. അതായത് പേഷ്യന്റിനും ഹോസ്പിറ്റലിനും ഇടയിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, അവർ തമ്മിലുള്ള ഒരു ആശയവിനിമയം നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നോക്കാം. 59% of millennials are willing to switch doctors for better online access. HMS will enhance communication between patients and hospitals by allowing patients to approach their medical records, book appointments, receive reminders, and communicate online with their doctors and nurses. ഇവര് പറയുന്നത് 59% of okay, Amina, good morning. 59% of the millennials എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു നമ്പർ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. മെജോറിറ്റി ഓഫ് ആളുകളും എന്താണ്? ഓൺലൈനിലൂടെ അല്ലെങ്കിൽ ഓൺലൈൻ ആക്സസിലൂടെയാണ് കൂടുതലും ഡോക്ടേഴ്സ് ആയിട്ടും മറ്റുമൊക്കെ കൺസൾട്ട് ചെയ്യാനായിട്ട് കൂടുതൽ ആളുകളും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ തുടക്കം തന്നെ HMSന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ പറഞ്ഞിരുന്നു അല്ലെ. മെജോറിറ്റി ഓഫ് ആളുകൾ എന്താണ്? ഓൺലൈൻ ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാനാണ് ഇന്ന് ആളുകൾ ഇഷ്ടപ്പെടുന്നത് അല്ലെ. അപ്പൊ ഈ പറയുന്ന ഹോസ്പിറ്റൽ കെയർ ഫീൽഡിനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഡോക്ടേഴ്സിന് ഓൺലൈനിലൂടെയൊക്കെ ആക്സസ് ചെയ്യാനും അല്ലെങ്കിൽ ഓൺലൈൻ വഴിയായിട്ട് അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാനും ആൾട്ടർ ചെയ്യാനും ആ ഒരു രീതിയിലാണ് മെജോറിറ്റി ഓഫ് ആളുകളും ഇന്ന് ഇഷ്ടപ്പെടുന്നത്. കാര്യം എന്താണ്? പണ്ടത്തെ പോലെ ആൾക്കാർക്ക് ഇപ്പൊ സമയമില്ല അല്ലെ. അവരുടെ ഒരു വിരൽത്തുമ്പിൽ കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അതാണ് എല്ലാവരും ഇന്നത്തെ കാലത്ത് ഓപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ്. അത് തന്നെയാണ് ഏറ്റവും സൗകര്യമുള്ളത് അല്ലെ. ഓക്കെ. അപ്പൊ ഇവര് പറയുന്നത് നമ്മുടെ HMS എന്ന് പറയുന്നത് അത് പേഷ്യൻസിനും ഹോസ്പിറ്റൽസിനും ഇടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അവർ തമ്മിലുള്ള ഒരു ആശയവിനിമയം കൂടുതൽ എൻഹാൻസ് ചെയ്തു എന്നാണ് പറയുന്നത്. കൂടുതൽ മെച്ചപ്പെടുത്തി എന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? ബൈ അലോവിങ് പേഷ്യൻസ് ടു അപ്രോച്ച് ദെയർ മെഡിക്കൽ റെക്കോർഡ്സ്. അതായത് പേഷ്യൻസ് ക്യാൻ വ്യൂ ദെയർ മെഡിക്കൽ റെക്കോർഡ്സ് ത്രൂ ഓൺലൈൻ അല്ലെ. പേഷ്യൻസിന് അവരുടെ മെഡിക്കൽ റെക്കോർഡ്സുകള്, അവരുടെ ഹെൽത്ത് ഇൻഫർമേഷൻസ് ഓൺലൈൻ ആയിട്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? വ്യൂ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് അത് അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ബുക്ക് അപ്പോയിന്റ്മെന്റ്സ് അല്ലെ. അതായത് പേഷ്യൻസ് ക്യാൻ ബുക്ക് ദെയർ അപ്പോയിന്റ്മെന്റ്സ് ത്രൂ ഓൺലൈൻ ആയിട്ട് പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ റിസീവ് റിമൈൻഡേഴ്സ്. അതുപോലെ പേഷ്യൻസ് എന്താണ്? റിസീവ് ദ റിമൈൻഡേഴ്സ് ഫ്രം ദ ത്രൂ ഓൺലൈൻ അല്ലെ. ഈ പറയുന്ന അപ്പോയിന്റ്മെന്റുകളും മറ്റുമൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ റിമൈൻഡേഴ്സ് അവരെന്ത് ചെയ്യുന്നുണ്ട്? അയച്ചു തരുന്നുണ്ട്. ഓൺലൈൻ വഴിയായിട്ട് നമുക്ക് അതിന്റെ റിമൈൻഡേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ. പിന്നെന്താണ്? ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഓൺലൈൻ വിത്ത് ദെയർ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്. അതുപോലെ തന്നെ ഓൺലൈൻ ത്രൂ ആയിട്ട് പേഷ്യൻസിന് ഡോക്ടേഴ്സ് ആയിട്ടും നഴ്സസ് ആയിട്ടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എന്താണ്? പേഷ്യൻസിനും ഹോസ്പിറ്റൽസിനും ഇടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇങ്ങനെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. യു വിൽ ഹാവ് എൻഹാൻസ്ഡ് പേഷ്യന്റ് എൻഗേജ്മെന്റ്. മാത്രമല്ല പേഷ്യൻസ് ആർ മോർ ഇൻവോൾവ്ഡ് ഇൻ ദെയർ കെയർ അല്ലെ. പേഷ്യൻസ് എന്താണ്? ആർ മോർ എൻഗേജ്ഡ് അല്ലെ. ദേ ആർ മോർ ഇൻവോൾവ്ഡ് ഇൻ ദെയർ കെയർ. അവരുടെ പരിചരണത്തിൽ അവർ കുറേയും കൂടി ഇൻവോൾവ്ഡ് ആണ്. കാര്യം എന്താണ്? They can view their medical records and health information through online. They can book appointments through online. They can receive the reminders through online, and they can communicate with the doctors and nurses through online.
അതുകൊണ്ട് തന്നെ എന്താണ്, ദേ ആർ മോർ ഇൻവോൾവ്ഡ് ഇൻ ദെയർ ഓൺ പേഷ്യന്റ് കെയർ അല്ലെ. അവരുടെ പേഷ്യന്റ് കെയറിൽ അവർ കുറേയും കൂടെ എന്താണ്, എൻഗേജ്ഡ് ആണ്, ഇൻവോൾവ്ഡ് ആണ്. അതോ റിഡക്ഷൻ ഇൻ വെയിറ്റിംഗ് ടൈം, അതുകൊണ്ട് തന്നെ വെയിറ്റിംഗ് ടൈമുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, കുറയ്ക്കാനായിട്ട് സാധിച്ചു. പണ്ടത്തെ ഒരു കാലഘട്ടം നിങ്ങൾ ആലോചിച്ചാൽ മതി, പണ്ടുള്ള ഒരു കാലഘട്ടം ആലോചിച്ചാൽ മതി, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതും ഡോക്ടറെ കാണാനായിട്ട് ടോക്കൺ എടുക്കുന്നതും എന്തുമാത്രം ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള HMS സംവിധാനങ്ങളൊക്കെ വന്നതോട് കൂടിയിട്ട് നമുക്കെല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ ലഭിക്കുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ റിഡക്ഷൻ ഇൻ വെയിറ്റിംഗ് ടൈം, നമുക്ക് ധാരാളം സമയം അവിടെ എന്ത് ചെയ്യാൻ പറ്റി, വെയിറ്റിംഗ് ടൈം ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചു അല്ലെ. ആൻഡ് ഇംപ്രൂവ്ഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, അത് മാത്രമല്ല നമുക്ക് പേഷ്യന്റിന്റെ സംതൃപ്തി കുറെ കൂടെ മെച്ചപ്പെടുത്താനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. കാര്യം എന്താണ്, പേഷ്യൻസ് ആർ മോർ ഇൻവോൾവ്ഡ് ഇൻ ദയർ കെയർ, പേഷ്യൻസ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. അതിലൂടെയൊക്കെ എന്താണ്, നമുക്ക് ആ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ് കേട്ടോ, ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഷ്യൻസ് ആൻഡ് ഹോസ്പിറ്റൽ. ഓക്കെ ആണോ? ആ പോയിന്റ് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഇതിന്റെ അകത്ത് പറയുന്നത് വെറും ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ്. കയ്യിലൊന്നും അങ്ങനെ പ്രധാനപ്പെട്ട പോയിന്റുകളൊന്നും പറയാനില്ല. അങ്ങനെ ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം പറയാം, അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കണം. ഓക്കെ, അടുത്തതാണ് രണ്ടാമത്തെ ബെനിഫിറ്റ് ആണ് സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ. നമുക്ക് ഹോസ്പിറ്റൽ ഡാറ്റകള്, പേഷ്യൻസിന്റെ ഹോസ്പിറ്റൽ ഡാറ്റകള് വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, HMS സംവിധാനത്തിലൂടെ സെക്യൂർഡ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ശരിയല്ലേ? പണ്ടത്തെ പോലെ പേപ്പർ റെക്കോർഡുകളൊന്നും അല്ല. പിന്നെ നമ്മൾ സൂക്ഷിക്കുന്ന റെക്കോർഡിന്റെ കാര്യം മാത്രമല്ല കേട്ടോ, എന്ത് കാര്യമാണെങ്കിലും എന്താണ്, പണ്ട് മാനുവലി ചെയ്തിരുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് പേപ്പർ വർക്കുകളും ഫയലുകളും ഇതൊക്കെ സൂക്ഷിക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അത് മാത്രമല്ല നമുക്ക് നഷ്ടപ്പെടാനും ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എടുത്ത് ചെയ്യാം, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്നെല്ലാം നമ്മൾ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് പ്രത്യേകം പാസ്വേഡും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വളരെയധികം സെക്യൂർഡ് ആയിട്ടാണ് നമ്മൾ വിവരങ്ങളെ സൂക്ഷിച്ചു വെക്കുന്നത് അല്ലെ. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. HMS helps you maintain hospital data safe and secure അല്ലെ. ഈ HMS എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം, അത് ഹോസ്പിറ്റൽ ഡാറ്റകൾ വളരെ സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, യു ക്യാൻ കൺട്രോൾ ആൻഡ് പ്രൊവൈഡ് ആക്സസ് ടു ദ ഓതറൈസ്ഡ് പേഴ്സണൽ. അത് മാത്രമല്ല അത്തരം വിവരങ്ങള് വളരെ ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രം കൺട്രോൾ ചെയ്യാനും ആക്സസ് ചെയ്യാനും കഴിയുന്ന രീതിയിലാണ് നമ്മൾ ഈ ഡാറ്റകള് സേഫ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്നത്. അതുകൊണ്ടാണ് സേഫ് ആണെന്ന് പറയുന്നത്. എല്ലാ ആളുകൾക്കൊന്നും എടുത്ത് ആക്സസ് ചെയ്യാനൊന്നും പറ്റുന്ന രീതിയിലല്ല. ഇപ്പൊ പേപ്പർ റെക്കോർഡ് ഫയലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആരും കാണാതെ ആർക്ക് വേണമെങ്കിലും അത് എടുക്കാനോ എന്തെങ്കിലും ദുരുപയോഗം ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷെ സിസ്റ്റത്തിലാവുമ്പോൾ അങ്ങനെയൊന്നും നമുക്ക് സാധിക്കില്ല അല്ലെ. വളരെ ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള വിവരങ്ങള് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതേ രീതിയിലാണ് നമ്മൾ അത്തരം പേഷ്യന്റിന്റെ ഹോസ്പിറ്റലിൽ ഈ പറയുന്ന ഡാറ്റകളൊക്കെ വളരെ സേഫ് ആയിട്ടും സെക്യൂർഡ് ആയിട്ടും HMSന്റെ സഹായത്തോടു കൂടി സൂക്ഷിച്ചു വെക്കുന്നത് കേട്ടോ. ഇനി അടുത്തതൊരു പോയിന്റ് ആണ് കേട്ടോ, അടുത്തതൊരു പോയിന്റ് ആണ്, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. മേക്ക് ഷുവർ ടു ലുക്ക് അറ്റ് HIPAA കംപ്ലൈന്റ് സോഫ്റ്റ്വെയർ ഫോർ PHI സെക്യൂരിറ്റി. ആദ്യം തന്നെ എന്താണ് HIPAA എന്നത് നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ ഫുൾ ഫോം ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ഫുൾ ഫോം എഴുതി വെച്ചോളൂ. HIPAയുടെ ഫുൾ ഫോം ഇതാണ്. ഹെൽത്ത് ഇൻഷുറൻസ് എഴുതാട്ടോ. ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി, പോർട്ടബിലിറ്റി PORTABILITY, പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്, അക്കൗണ്ടബിലിറ്റി ACCOUNTABILITY, അക്കൗണ്ടബിലിറ്റി ആക്ട്. ഓക്കെ, കിട്ടിയോ? HIPAയുടെ ഫുൾ ഫോം ഇതാണ്. ഹോസ്പിറ്റൽ അല്ല, ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട് ആണ് കേട്ടോ. ഓക്കെ, അക്കൗണ്ടബിലിറ്റി ആക്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയാമോ? എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊട്ടക്ട് ദ സെൻസിറ്റീവ് പേഷ്യന്റ് ഇൻഫർമേഷൻ. മനസ്സിലായോ? പേഷ്യന്റിന്റെ വിവരങ്ങള്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിവരങ്ങള് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ സൈബർ സെക്യൂരിറ്റിയുടെ ഒക്കെ ഭാഗമായിട്ട് ഉള്ള ഒരു ആക്ട് ആണത് കേട്ടോ. HIPAA എന്ന് പറയുന്നത് എന്താണ്? ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. അത് വന്നിട്ട് ഫോർ പ്രൊട്ടക്ടിങ് ദ സെൻസിറ്റീവ് പേഷ്യന്റ് ഇൻഫർമേഷൻ
ആൻഡ് പ്രിവെന്റിംഗ് ദ അൺഓതറൈസ്ഡ് ആക്സസ് ഓർ ബ്രീച്ച്. അതായത് അൺഓതറൈസ്ഡ് ആയിട്ട് ആരെങ്കിലും ഈ പറയുന്ന പേഷ്യന്റിന്റെ ഡാറ്റകൾ ആക്സസ് ചെയ്യോ ആ ഒരു രീതിയിൽ എന്തെങ്കിലും ബ്രീച്ചുകൾ ലംഘനങ്ങളൊക്കെ നടക്കുന്നതിനെതിരായിട്ട്, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ വിവരങ്ങൾ വളരെ അവരുടെ ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി, അവരുടെ ഇന്റഗ്രിറ്റി എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സേഫ് ആയിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ആക്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ പറയുന്നത് മേക്ക് ഷുവർ ടു ലുക്ക് അറ്റ് HIPAA കംപ്ലൈന്റ് സോഫ്റ്റ്വെയർ ഫോർ ദ PHI സെക്യൂരിറ്റി. PHI എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ എന്നാണ് കേട്ടോ. PHI എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ. അതായത് പേഷ്യന്റിന്റെ ഹെൽത്ത് ഇൻഫർമേഷൻ വളരെ സെക്യൂർഡ് ആയിട്ട് സൂക്ഷിക്കുന്നതിനായിട്ട് എന്തുപയോഗിച്ചിരിക്കണം? HIPAA കംപ്ലൈന്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിരിക്കണം. ഈ കംപ്ലൈന്റിന്റെ അർത്ഥം പരാതി എന്നല്ല കേട്ടോ. നമുക്കൊരു ഡൗട്ട് വരാം, കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ പരാതി എന്നുള്ള അർത്ഥമല്ല, പാലിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പരാതി എന്നുള്ള കംപ്ലൈന്റിന്റെ സ്പെല്ലിംഗ് എന്താ? COMPLAINT എന്നാണ് കേട്ടോ. ഇത് കംപ്ലൈന്റ് ആണ്, COMPLIANT. ഈ കംപ്ലൈന്റിന്റെ മീനിങ് കംപ്ലൈന്റ് എന്നൊക്കെ പറഞ്ഞാല് ഉദ്ദേശിക്കുന്നത് പാലിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ HMS പലതരം സോഫ്റ്റ്വെയർ കമ്പോണന്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വിവരങ്ങളൊക്കെ സെക്യൂർഡ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പൊ എല്ലാ സോഫ്റ്റ്വെയർ സംവിധാനങ്ങളും നമ്മൾ ഈ പറയുന്ന HIPAA കംപ്ലൈന്റ് സോഫ്റ്റ്വെയറുമായിട്ട് എൻക്രിപ്റ്റഡ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ എൻക്രിപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഫോർ സെക്യൂറിംഗ് ദ പേഷ്യന്റ് ഇൻഫർമേഷൻ അല്ലെ. പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വളരെ സെക്യൂർഡ് ആയിട്ട് സൂക്ഷിക്കണം. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ള കംപ്ലൈന്റ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം HMS നമുക്ക് ഒരുപാട് വിവരങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും, അതൊക്കെ വലിയൊരു ബെനിഫിറ്റ് ആണ്. പക്ഷെ നമ്മൾ അതിന്റെ സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കരുത്. അതേ രീതിയിൽ വളരെ സെക്യൂർഡ് ആയിട്ട് പാസ്വേഡും മറ്റുമൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഈ പറയുന്ന HIPAA കംപ്ലൈന്റ് സോഫ്റ്റ്വെയർ എൻക്രിപ്റ്റഡ് ആയിട്ട് വേണം നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ പോയിന്റ്? ഓക്കെ അല്ലേ? അടുത്തതാണ് മൂന്നാമത്തെ പോയിന്റ് ആണ് ഇംപ്രൂവ്ഡ് ആക്സസ് ടു ദ പേഷ്യന്റ് ഡാറ്റ കേട്ടോ. നമുക്ക് പേഷ്യന്റിന്റെ വിവരങ്ങൾ കുറെ കൂടെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ പണ്ടത്തെ പോലെ നിങ്ങൾ പണ്ടത്തെ കാര്യം ഇപ്പോഴത്തെ കാര്യം ഒന്ന് കമ്പയർ ചെയ്ത് ഒന്ന് ആലോചിച്ചാൽ മതി. പണ്ടെന്നൊക്കെ പറഞ്ഞ എന്താണ്? നമ്മൾ ഈ പറയുന്ന ഫയലുകള്, മെഡിക്കൽ റെക്കോർഡുകൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എടുത്തു വെച്ചിരുന്നത് അല്ലെ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ എന്തുമാത്രം പേഷ്യൻസുകൾ വരുന്നുണ്ട്. ഇവരുടെ ഓരോരുത്തരുടെയും സൂക്ഷിക്കാന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് ഒരാളുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കണ്ടുപിടിക്കാനും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇന്ന് ഈ പറയുന്ന HMS സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്കത് വളരെ ഈസിയാണ്. ഒരു UHID നമ്പർ കിട്ടിയാൽ ഈസി ആയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ആ പേഷ്യന്റിന്റെ വിവരങ്ങൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത് തന്നെയാണ് അവിടെ പറയുന്നത്, ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ. നോക്കുക, യു ക്യാൻ ഹാവ് ഈസി എൻട്രൻസ് ടു ഓൾ പേഷ്യന്റ് റിലേറ്റഡ് ഡാറ്റ ഓൺ എ സിസ്റ്റം യൂസിങ് ആൻ HMS. നമുക്ക് ഈ HMS ഉപയോഗിച്ചുകൊണ്ട് ഒരു സിസ്റ്റത്തിൽ നിന്നും പേഷ്യന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു ഡാറ്റകളും നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, യു ക്യാൻ ആൾസോ അപ്രോച്ച് ഡാറ്റ സച്ച് ആസ് പേഷ്യന്റ് ഹിസ്റ്ററി, ഡോക്ടേഴ്സ് എൻഗേജ്, ടെസ്റ്റ് റിസൾട്ട്, ബില്ലിംഗ് ഡീറ്റെയിൽസ് ആൻഡ് മച്ച് മോർ വിത്ത് ജസ്റ്റ് എ ഫ്യൂ ക്ലിക്സ് അല്ലെ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേഷ്യന്റിന്റെ ഡാറ്റകൾ ലൈക്ക് പേഷ്യന്റിന്റെ ഹിസ്റ്ററി, ഡോക്ടേഴ്സ് എൻഗേജ്, ആരൊക്കെയാണ് അവരുടെ പരിചരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഡോക്ടേഴ്സ് ആരൊക്കെയാണ്, ടെസ്റ്റ് റിസൾട്ട് എന്തൊക്കെയാണ് അവരുടെ ടെസ്റ്റ് റിസൾട്ടുകൾ, അവരുടെ ബില്ലിംഗ് ഡീറ്റെയിൽസ്, അതെല്ലാം തന്നെ നമുക്ക് ചെറിയൊരു ക്ലിക്ക് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഈസി ആയിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് മൂന്നാമത്തെ ബെനിഫിറ്റ്, ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ. നാലാമത്തെ പോയിന്റ് റിഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം. ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് എ പ്രോസസ്. ഒരു പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു സമയത്തിനെയാണ് നമ്മൾ ടേൺ അറൗണ്ട് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കാം, സ്ട്രീം ലൈൻ യുവർ ഹോസ്പിറ്റൽ വർക്ക് പ്രോസസ് ബൈ ഓട്ടോമേറ്റിംഗ് റൂട്ടീൻ ജോബ്സ് ലൈക്ക് അപ്പോയിന്റ്മെന്റ് ഓർ സ്റ്റോക്ക് മാനേജ്മെന്റ്. സ്ട്രീം ലൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്ലിഫൈ ചെയ്യാന്നുള്ള അർത്ഥമാണ് കേട്ടോ. സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്ലിഫൈ ചെയ്യുക കേട്ടോ. അതായത് നമുക്ക് ഈ പറയുന്ന HMS സംവിധാനങ്ങളിലൂടെ അപ്പോയിന്റ്മെന്റുകളും സ്റ്റോക്ക് മാനേജ്മെന്റുകൾ, അത്തരത്തിലുള്ള റൂട്ടീൻ പതിവായിട്ട് ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന പതിവായ പല ജോലികൾ ഉണ്ട് അല്ലെ, പതിവായ റൂട്ടീൻ ജോബ്സുകൾ ഉണ്ട്, ലൈക്ക് ഷെഡ്യൂൾ അപ്പോയിന്റ്മെന്റ്സ്, സ്റ്റോക്ക് മാനേജ്മെന്റ് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് HMS സംവിധാനത്തിലൂടെ ചെയ്തതുകൊണ്ട്
നമുക്ക് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ കുറെ കൂടെ എന്ത് ചെയ്യാൻ പറ്റി, സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിച്ചു അല്ലെ. ഓട്ടോമേറ്റ് ചെയ്യുന്നതിലൂടെ, ഓട്ടോമേറ്റ് എന്ന് വെച്ചാൽ ചില സോഫ്റ്റ്വെയർ സംവിധാനങ്ങളിലൂടെ മാനുവലി അല്ല നമ്മൾ ചെയ്യുന്നത്, എല്ലാം സിസ്റ്റം ത്രൂ ഓട്ടോമേറ്റഡ് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ്, ഇത്തരം പതിവ് ജോലികൾ HMS-ലൂടെ ഓട്ടോമേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ കുറേയും കൂടെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിച്ചു. എന്ന് പറഞ്ഞാല് നമ്മൾ മാനുവലി ചെയ്യുന്ന കാര്യങ്ങളാണ്, അത് മാനുവലി ആണ് ചെയ്യുന്നതെങ്കിലോ ഒരുപാട് സമയം എടുക്കും അല്ലെ. പക്ഷെ ഇങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഒരുപാട് ടൈം നമുക്ക് അവിടെ സേവ് ചെയ്യാനായിട്ട് സാധിച്ചു. എന്ന് പറഞ്ഞാൽ ടേൺ അറൗണ്ട് ടൈം നമുക്ക് അവിടെ റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു അല്ലെ. നോക്കിയേ, ദിസ് ഡിക്രീസസ് ദ ടൈം ആൻഡ് എഫർട്ട് റിക്വയർഡ് ടു പെർഫോം ദീസ് ജോബ്സ് ആൻഡ് ടേൺ അറൗണ്ട് ടൈം. കണ്ടോ, അപ്പൊ ഇത്തരം ജോലികളൊക്കെ ചെയ്യാനായിട്ട് ആവശ്യമായിരുന്ന ടൈം മാത്രമല്ല, ആളുകൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു എഫർട്ട്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, റിഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റി. മൊത്തത്തിൽ നമുക്ക് ടേൺ അറൗണ്ട് ടൈം കുറയ്ക്കാനായിട്ട് സാധിച്ചു. ഇറ്റ് ആൾസോ ഹെൽപ്സ് ഹോസ്പിറ്റൽ സ്റ്റാഫ് ടു ഫോക്കസ് ഓൺ മോർ ക്രിട്ടിക്കൽ പേഷ്യന്റ് കെയർ ഏരിയാസ്. അത് മാത്രമല്ല, ഇത് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് കുറേയും കൂടെ ക്രിട്ടിക്കൽ പേഷ്യന്റ് കെയർ ഏരിയാസിൽ ഫോക്കസ് ചെയ്യാനും അവരെ വളരെയധികം ഹെൽപ്പ് ചെയ്യും അല്ലെ. അങ്ങനെ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യുന്നതിലൂടെ ആ സേവ് ചെയ്യുന്ന ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, പേഷ്യന്റിന്റെ ക്രിട്ടിക്കൽ കെയർ ഏരിയാസിൽ കുറേയും കൂടെ ഫോക്കസ് ചെയ്ത് അവരുടെ പരിചരണ പ്രക്രിയകൾക്കായിട്ട് നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചു അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് അവിടുത്തെ പോയിന്റ്, റിഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം. ഓക്കെ ആണോ, മനസ്സിലായോ? 4 പോയിന്റ് ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ, അടുത്തതാണ് 5ാമത്തെ പോയിന്റ് ആണ് കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് കേട്ടോ. നമുക്ക് ഈ പറയുന്ന കോസ്റ്റ്, ചെലവുകള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, പരമാവധി റിഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഓക്കെ, അതായത് നമുക്ക് വരുന്ന റവന്യൂ അല്ലെ, ആ കോസ്റ്റ് അല്ലെ, ആ ഒരു എക്സ്പെൻസ് ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട്, വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് HMS സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട്. എങ്ങനെയാ നോക്കാം. ഇൻട്രൊഡ്യൂസിംഗ് എൻ HMS can lead to significant cost savings for hospitals. അല്ലോ, ഈ പറയുന്ന HMS സംവിധാനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിലൂടെ നമുക്ക് ഹോസ്പിറ്റലില് ഒരു വലിയൊരു അളവിൽ തന്നെ നമുക്ക് കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെയായിരിക്കും നമുക്ക് ചെലവുകളൊക്കെ റിഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്? പണ്ട് നമ്മൾ മാനുവലി ആയിരുന്നു കാര്യങ്ങൾ ചെയ്തത്. ഈ മാനുവലി ആളുകളെ വെച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ലേബർ കോസ്റ്റ് കാര്യങ്ങൾ വരും. എത്രത്തോളം ആളുകൾ അവിടെ പണിയെടുക്കുന്നു അവർക്ക് മുഴുവൻ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, സാലറി കൊടുക്കേണ്ടതായിട്ട് വരും, ലേബർ കോസ്റ്റ് ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ എന്തെങ്കിലും എററോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് മേക്കപ്പ് ചെയ്യാനും നമുക്ക് നല്ലൊരു കോസ്റ്റ് നമുക്ക് വേണ്ടി വരും അല്ലെ. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നമുക്ക് കോസ്റ്റ് കൂടുതലാണ്. അതേസമയം HMS സംവിധാനങ്ങൾ വന്നപ്പോൾ പല പ്രവർത്തനങ്ങളും നമ്മൾ എന്ത് ചെയ്യാണ്, ഓട്ടോമേറ്റ് ചെയ്യാണ് അല്ലെ. മാനുവലി ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ഓട്ടോമേറ്റ് ചെയ്തതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, കോസ്റ്റ് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റി. പണ്ട് നമ്മൾ കൊടുത്തിരുന്ന ആ ലേബർ കോസ്റ്റ് ഒക്കെ നമുക്ക് കൊടുക്കേണ്ടി വരുന്നില്ല അല്ലെ. എന്ന് വെച്ചാൽ എല്ലാത്തിലും അല്ല, ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് ലേബർ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റി. എറർ കുറയ്ക്കാൻ സാധിച്ചതിലൂടെ നമുക്ക് മെയിൻ്റനൻസ് കോസ്റ്റും മറ്റുമൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇറ്റ് ഹെൽപ്സ് ബൈ റിഡ്യൂസിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ്, enhancing resource allocation and reducing the wastage of the medical supplies. കണ്ടോ, എങ്ങനെ നമുക്ക് ആ കോസ്റ്റ് വളരെ ഇഫക്റ്റീവ് ആയിട്ട് കോസ്റ്റ് എങ്ങനെയൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റി, ബൈ റിഡ്യൂസിങ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ബൈ റിഡ്യൂസിങ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളെ നമ്മളെല്ലാം ഇപ്പൊ എന്താണ് ചെയ്യുന്നത്, ഓട്ടോമേറ്റ് ചെയ്യാണ്. HMS സംവിധാനങ്ങളിലൂടെയാണ് നമ്മൾ കൂടുതലും അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ ചെയ്യുന്നത് അല്ലെ. അങ്ങനെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റി അല്ലെ. പിന്നെന്താണ്, എൻഹാൻസിങ് റിസോഴ്സ് അലോക്കേഷൻ. ഒരു ഹോസ്പിറ്റലിലുള്ള എല്ലാ റിസോഴ്സുകളെ വളരെ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. ഒരു ഹോസ്പിറ്റലിലെ റിസോഴ്സ് എന്ന് പറയുമ്പോൾ അവിടുത്തെ സ്റ്റാഫുകളുണ്ട്, മെഡിക്കൽ സപ്ലൈസുകൾ, എക്യുപ്മെന്റ്, ഇതൊക്കെ എന്താണ്, ഒരു ഹോസ്പിറ്റലിന്റെ റിസോഴ്സുകളാണ് അല്ലെ, വിഭവങ്ങളാണ്. അപ്പൊ ഇത്തരം റിസോഴ്സുകളെയൊക്കെ നമുക്ക് ശരിയായ രീതിയിൽ അലോക്കേറ്റ് ചെയ്തുകൊണ്ട്, എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ആളുകളെ വെക്കേണ്ട ആവശ്യമില്ലാതെ തീരെ കുറവ് ആളുകളാവാനും പാടില്ല. അപ്പൊ അതേ രീതിയിൽ നമുക്ക് അവിടെ ലഭ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളും, അതിപ്പോ ഹ്യൂമൻ റിസോഴ്സസ് ആയിക്കോട്ടെ, അതുപോലെ മെഡിക്കൽ സപ്ലൈസ്, അങ്ങനെയുള്ള റിസോഴ്സുകൾ ആയിക്കോട്ടെ, എല്ലാത്തിനെയും നമുക്ക് വളരെയധികം നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് പറ്റി. ആൻഡ് റിഡ്യൂസിംഗ് ദ വേസ്റ്റേജ് ഓഫ് മെഡിക്കൽ സപ്ലൈസ്. അതുപോലെ മെഡിക്കൽ സപ്ലൈസുകളുടെ വേസ്റ്റേജ് നമുക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു. അതെങ്ങനെയാണ് അങ്ങനെ സാധിച്ചത്,
നമുക്കറിയാം നമ്മൾ ഈ HMS സംവിധാനങ്ങളിലൂടെയൊക്കെയാണ് സ്റ്റോക്ക് മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് അല്ലെ. നിങ്ങൾ മെറ്റീരിയൽ മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ടായിരിക്കും. സ്റ്റോക്കിന്റെ മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള HMS സംവിധാനങ്ങളിലൂടെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ അളവും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനും അത് ഓവർ സ്റ്റോക്ക് ആവാതെയും അണ്ടർ സ്റ്റോക്ക് ആവാതെയും ഒരു മിതമായ സ്റ്റോക്ക് നിലനിർത്തിക്കൊണ്ട് മെഡിക്കൽ സപ്ലൈസുകളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനും മറ്റൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു വേസ്റ്റ് വരുന്നില്ല, അല്ലെങ്കിൽ ഒരു സർപ്ലസ്, ഒരു മിച്ചമോ അല്ലെങ്കിൽ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരാതെ സ്റ്റോക്ക് ഒക്കെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കോസ്റ്റ് നമുക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതിലെല്ലാത്തിനും ആരുടെ സപ്പോർട്ടാണ്? HMSന്റെ സംവിധാനങ്ങളാണ് നമ്മളെ ഏറ്റവും അധികം സഹായിച്ചത് അല്ലെ. HMS can also maximize the revenue streams by making sure timely billing and reducing claim figures. കണ്ടോ, അതുകൂടാണ്ട് HMS എന്ന് പറഞ്ഞാല് അതിലൂടെ നമുക്ക് റവന്യൂ, അതായത് ഹോസ്പിറ്റലിലേക്ക് വരുന്ന റവന്യൂ, വരുമാനം നമുക്ക് കുറെ കൂടെ മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിച്ചു. എങ്ങനെ? ബൈ മേക്കിംഗ് ഷുവർ ടൈമിലി ബില്ലിംഗ് ആൻഡ് റെഡ്യൂസിംഗ് ക്ലെയിം ഡിനൈസ് അല്ലെ. അതായത് കറക്റ്റ് സമയത്ത് ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അപ്പൊ ബില്ലൊക്കെ അടിക്കാനും ബില്ലിന്റെ കാര്യങ്ങളൊക്കെ വൈകി കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് ലഭിക്കാനായിട്ട് വൈകും. പേയ്മെന്റ് കിട്ടാൻ വൈകി കഴിഞ്ഞാൽ റവന്യൂ കുറയും. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഇഷ്യൂ ഒന്നും വരുന്നില്ല. സിസ്റ്റത്തിലൂടെ ആയതുകൊണ്ട് തന്നെ ടൈമിലി ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ നടത്താനും അതുപോലെ ക്ലെയിം ഡിനൈസ്, നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് പഠിച്ചതാണ്. ചിലപ്പോൾ ഇൻഷുറൻസിന് ക്ലെയിം ഡിനൈ ചെയ്യപ്പെടാം, നിഷേധിക്കപ്പെടാം. അപ്പൊ അങ്ങനെയുള്ള ക്ലെയിം ഡിനൈസ് ഒക്കെ പരമാവധി റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഹോസ്പിറ്റലിലേക്കുള്ള വരുമാനം നല്ല രീതിയിൽ മാക്സിമൈസ് ചെയ്യാനായിട്ടും HMS സംവിധാനത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെയാണോ? ഓക്കെയാണോ? പോയിന്റ് മനസ്സിലായോ? അടുത്തത് കേട്ടോ, ആറാമത്തെ പോയിന്റ് ഇതാണ്, ഇന്റലിജന്റ് അനലിറ്റിക്സ് വിത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്. കേട്ടോ, HMS സംവിധാനങ്ങളിലൂടെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ടുകളിലൂടെ എന്ത് ചെയ്യാൻ പറ്റി? നമുക്ക് ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ അനലൈസ് ചെയ്യാനായിട്ട് സാധിച്ചു. നമ്മൾ എന്തിന്റെ റിപ്പോർട്ടാണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്? എന്തിനെ പറ്റിയുള്ള റിപ്പോർട്ടുകളാണ്? ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെ, ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ പറ്റിയിട്ടുള്ള ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ടുകളിലൂടെ നമുക്ക് ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ എന്ത് ചെയ്യാനായിട്ട് സാധിച്ചു? അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് അടുത്തൊരു പോയിന്റ് കേട്ടോ. നോക്കുക, HMS can give the valuable insights regarding the operations by generating real-time reports on various metrics such as patient flow, occupancy rate and income generation. കണ്ടോ, ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും, ഇപ്പൊ പേഷ്യന്റ് ഫ്ലോ, എത്ര പേഷ്യൻസ് അവിടെ വന്നു പോകുന്നുണ്ട്, എത്ര പേഷ്യൻസ് അവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്, അതുപോലെ ഒക്യുപ്പൻസി റേറ്റ് അല്ലെ, ബെഡ് ഒക്യുപ്പൻസി റേറ്റ്, പേഷ്യന്റ് ഒക്യുപ്പൻസി റേറ്റ്, ഒരു ഹോസ്പിറ്റലിൽ എത്രത്തോളം ബെഡ്സ് ഒക്യുപ്പൈഡ് ആണ്, എത്രത്തോളം പേഷ്യൻസ് ഒരു ഹോസ്പിറ്റലിൽ ഒക്യുപ്പൈഡ് ആണ്, അതുപോലെ ഇൻകം ജനറേഷൻ, ഹോസ്പിറ്റലിലോട്ട് വരുന്ന ഇൻകം, റവന്യൂ, ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വശങ്ങളുടെയും റിയൽ ടൈം റിപ്പോർട്ട് എന്ന് വെച്ചാൽ തത്സമയ റിപ്പോർട്ടുകളിലൂടെ നമുക്ക് അവിടുത്തെ പ്രവർത്തനങ്ങളെ പറ്റി വളരെ വാല്യുബിൾ ആയിട്ട് ഇൻഫർമേഷൻസ് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? HMS നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാം അപ്ഡേറ്റഡ് ആണ്, എല്ലാ കാര്യങ്ങളും സിസ്റ്റത്തിൽ അപ്ഡേറ്റഡ് ആണ്, അപ്പോൾ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ റിയൽ ടൈം റിപ്പോർട്ടുകളാണ് അവിടെ അതിലൂടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ നമുക്ക് ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ പറ്റി വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് HMS തരുന്നുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളെ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ദിസ് ഹെൽപ്സ് യു ടു മേക്ക് ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ. അതിലൂടെ നമുക്ക് എന്താണ്? കൃത്യമായിട്ട് തീരുമാനങ്ങൾ അല്ലെ, ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫൈനൽ ഡിസിഷൻസുകൾ എടുക്കാനും ഇംപ്രൂവ് പ്രോസസ്സുകളൊക്കെ മെച്ചപ്പെടുത്താനും ആൻഡ് ഒപ്റ്റിമൈസ് ദ റിസോഴ്സസ്, അവിടെ ലഭ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സിനെയും നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യാന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും സാധിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. ആറാമത്തെ പോയിന്റ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. 7th പോയിന്റ് എന്ന് പറഞ്ഞാല് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആണ് കേട്ടോ. അതാണ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. ഈ ഒരു HMS സംവിധാനം വന്നതോടുകൂടി നമുക്ക് ഹോസ്പിറ്റലിനെ ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലോട്ട് കൊണ്ടുവരാൻ പറ്റി. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഭരണ നിയന്ത്രണം അല്ലെ. അതായത് നമുക്കറിയാം, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അവരാണ് ആ സെൻട്രൽ കൺട്രോൾ അല്ലെ. അവരാണ് ആ ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ മുഴുവൻ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത്. അഥവാ ഒരു ഹോസ്പിറ്റലിൽ എത്ര ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടോ
അത്രയും ഡിപ്പാർട്ട്മെന്റുകളുടെ എല്ലാ കൺട്രോളും ഒരൊറ്റ സിംഗിൾ ഹെഡിലോട്ട്, ഒരു സിംഗിൾ സെന്ററിലോട്ട് നമ്മൾ കൊണ്ടുവരുന്നതിനെയാണ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ എന്ന് പറയുന്നത്. അതല്ലേ ഏറ്റവും നല്ലത്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ നമുക്കറിയാം, നമ്മുടെ 28 സംസ്ഥാനങ്ങളുണ്ട് അല്ലെ. നമുക്കറിയാം നമ്മുടെ കേന്ദ്രത്തിൽ നിന്നുള്ള ഈ പറയുന്ന എന്താ പറയുക ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ 28 സംസ്ഥാനങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് പോകുന്നത് അല്ലെ. അല്ലാതെ ഓരോ സംസ്ഥാനങ്ങളും അവരവരുടേതായ സ്വന്തം രീതിയിൽ നിയമങ്ങൾ നിർമ്മിച്ചും സ്വന്തം രീതിയിൽ പോളിസി നിർമ്മിച്ചും അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല. അതുപോലെ തന്നെയാണ്. അങ്ങനെ ചെയ്താലുള്ള അവസ്ഥ എന്തായിരിക്കും? ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു യൂണിറ്റി അങ്ങനത്തെ എന്തായാലും ഒരു ഐക്യം അവിടെ ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അങ്ങനത്തെ പ്രവർത്തനങ്ങൾ വളരെ മോശമായിരിക്കും. അതേസമയം നമ്മളിപ്പോ ഒന്ന് ആലോചിച്ചു, ഒരു ഹോസ്പിറ്റലിൽ 20 ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. ആ 20 ഡിപ്പാർട്ട്മെന്റുകളുടെയും എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ഒരു സിംഗിൾ ഹെഡ് അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലേ? അപ്പൊ ആ ഒരു രീതിയിൽ HMS എന്ന് പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോള് നടപ്പിലാക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് അല്ലെ. നോക്കുക, HMS helps to build a centralized platform for managing activities, allowing hospitals to streamline their administrative process അല്ലെ. അതായത് ഒരു ഹോസ്പിറ്റലിന് അവരുടെ ഭരണപരമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സുകളൊക്കെ സിംപ്ലിഫൈ ചെയ്തിട്ട് അവിടെ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസുകളെയും നമുക്കൊരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമിലോട്ട് കൊണ്ടുവന്നുകൊണ്ട് മാനേജ് ചെയ്യാനായിട്ട് HMS നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല, ഇറ്റ് എൻഷുവേഴ്സ് കൺസിസ്റ്റൻസി ബിയോണ്ട് ഡിപ്പാർട്ട്മെന്റ്സ്. ഡിപ്പാർട്ട്മെന്റുകൾക്ക് അപ്പുറത്തേക്ക് നല്ലൊരു കൺസിസ്റ്റൻസി ഉറപ്പുവരുത്താനായിട്ട് സാധിച്ചു. എന്തിലുള്ള കൺസിസ്റ്റൻസിയാണ്? അതായത് അവരുടെ പ്രവർത്തനങ്ങളില്, ആ ഒരു പ്രവർത്തനങ്ങളില് നല്ലൊരു കൺസിസ്റ്റൻസി അവിടെ കൊണ്ടുവരും. കാരണം സെൻട്രൽ കൺട്രോൾ ഉണ്ട് അവിടെ. ആ സെൻട്രൽ കൺട്രോളിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടുപോകും. അങ്ങനെ വരുമ്പോ തന്നെ ആ ഒരു ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങള് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട്, എന്ന് വെച്ചാൽ ഒട്ടും പെർഫോമൻസ് താഴെ പോകാത്ത രീതിയിൽ സ്ഥിരമായിട്ട് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് അവരുടെ പെർഫോമൻസ് ഒക്കെ നിലനിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ദിസ് ക്യാൻ എൻഹാൻസ് എഫിഷ്യൻസി. അതിലൂടെ അതിന്റെ കാര്യക്ഷമത നമുക്ക് വർദ്ധിപ്പിക്കാം. മിനിമൈസ് എററുകൾ കുറയ്ക്കാനായിട്ട് സാധിച്ചു. ആൻഡ് ബെറ്റർ ഓവറോൾ പേഷ്യന്റ് കെയർ. നമുക്ക് ഓവറോൾ എന്താണ്, നല്ലൊരു പേഷ്യന്റിന്റെ പരിചരണം ഉറപ്പുവരുത്താനായിട്ട് സാധിച്ചു. ഓക്കെ, അതാണ് അവർ ഉദ്ദേശിക്കുന്ന സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. കേട്ടോ. 8ാമത്തെ പോയിന്റ്, റെഡ്യൂസ്ഡ് മെഡിക്കൽ എറേഴ്സ്. അറിയാലോ, ഇത്തരം സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മെഡിക്കൽ എറേഴ്സ് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പണ്ട് മാനുവലി ഒക്കെ ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ എററുകൾ വരാം. ഇപ്പൊ അങ്ങനത്തെ ഇഷ്യൂസുകളൊന്നും ഇല്ല. ഓക്കെ, HMS can help to reduce medical errors by providing doctors and nurses with updated patient information. അതായത് പേഷ്യന്റിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ ഡോക്ടേഴ്സിനും നഴ്സസിനും പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ HMS-ന് മെഡിക്കൽ എററുകളെ കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് മിസ്ഡയഗ്നോസിസ്, ഇൻകറക്റ്റ് ട്രീറ്റ്മെന്റ് ഓർ അഡ്വേഴ്സ് ഡ്രഗ് ഇന്ററാക്ഷൻ. കേട്ടോ. അപ്പൊ ഇതിലൂടെ നമുക്ക് മിസ്ഡയഗ്നോസിസ്, തെറ്റായിട്ടുള്ള രോഗനിർണയങ്ങൾ കുറയ്ക്കാനും അതുപോലെ തന്നെ ഇൻകറക്റ്റ് ട്രീറ്റ്മെന്റ്, അതായത് നമ്മൾ കറക്റ്റ് അല്ലാത്തൊരു ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നതും, അതുപോലെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ, പ്രതികൂലമായിട്ടുള്ള മരുന്ന് റിയാക്ഷൻസുകൾ, അത്തരത്തിലുള്ള റിസ്കുകളെയൊക്കെ നമുക്ക് HMS സംവിധാനത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റി? റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു. ചുരുക്കി പറഞ്ഞ മാനുവലി ചെയ്യുമ്പോഴാണ് എറർ വരുന്നത്. അതൊക്കെ ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? എററുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫൈനൽ, അടുത്തത് 9ാമത്തെ പോയിന്റ് എന്താണ്? റിഡ്യൂസ്ഡ് റീ അഡ്മിഷൻസ് ആൻഡ് റീ ഹോസ്പിറ്റലൈസേഷൻ റേറ്റ്. കേട്ടോ. അതായത് റീ അഡ്മിഷനും റീ ഹോസ്പിറ്റലൈസേഷൻ നിരക്കുകൾ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? റീ അഡ്മിഷൻ ആവാന്ന് പറഞ്ഞ് നമ്മളൊരു രോഗിയെ കൊണ്ടുവന്ന് ശരിയായ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റീ അഡ്മിറ്റ് ചെയ്യും. അതുപോലെ തന്നെ റീ ഹോസ്പിറ്റലൈസ് ചെയ്യും. നമ്മൾ ഹോസ്പിറ്റലിന്റെ ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുത്ത് പറഞ്ഞയച്ച ഒരു പേഷ്യന്റ് വീണ്ടും തിരിച്ച് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം വരിക. അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നോക്കാം. HMS can also decrease readmissions and rehospitalization rates by ensuring timely follow-up. കാരണം HMS സംവിധാനങ്ങളിലൂടെ നമ്മൾ പേഷ്യന്റിന്റെ കറക്റ്റ് ഫോളോ അപ്പുകൾ നടത്തുന്നുണ്ട്. ഒരു പേഷ്യന്റ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോഴാണെങ്കിലും ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകുമ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് നൽകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു റീ അഡ്മിഷൻ റീ ഹോസ്പിറ്റലൈസേഷൻ റേറ്റുകളൊക്കെ കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ദിസ് ഇൻക്രീസ് പേഷ്യന്റ് ഔട്ട്കംസ് ആൻഡ് മിനിമൈസസ് കോംപ്ലിക്കേഷൻസ്. കേട്ടോ. അപ്പൊ ഇത് പേഷ്യന്റിന്റെ ഔട്ട്കംസ് എന്ന് വെച്ചാൽ പേഷ്യൻസിന് അത് കുറേയും കൂടെ പ്രയോജനകരമായിട്ടുണ്ട്.
പിന്നെ ഈ പറയുന്ന പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസുകളൊക്കെ നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇത്രയുമാണ് HMSന്റെ ബെനിഫിറ്റുകളായിട്ട് പറയുന്നത്. 9 പോയിന്റുകൾ ക്ലിയർ ആയോ? ഇപ്പൊ മനസ്സിലായോ 9 പോയിന്റുകള്? ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കിയേ. PHI എന്ന് പറഞ്ഞാല് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ ആണ് കേട്ടോ. പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ, അതായത് നമ്മുടെ പേഷ്യൻസിന്റെ ആ ഒരു ഹെൽത്ത് ഇൻഫർമേഷൻ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് അൺഓതറൈസ്ഡ് ആയിട്ട് ഒരിക്കലും അവരുടെ വിവരങ്ങൾ ആരും എടുത്തുകൊണ്ട് പോകരുത്, ആ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ HIPAA പോലെയുള്ള കംപ്ലൈന്റ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് സെക്യൂരിറ്റി കേട്ടോ. സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ. ഓക്കെ, ആ ബെനിഫിറ്റുകളൊന്ന് ഓടിച്ച് വായിച്ചു നോക്കിയേ നിങ്ങള്. ഏതെങ്കിലും പോയിന്റുകൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. നല്ലോണം മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്കാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിലേക്ക് ക്ലിയർ ആവുന്നുണ്ടോ കേട്ടോ. എന്താണ് 7th പറയുന്നത് അല്ലെ? 7th പോയിന്റ് ക്ലിയർ അല്ല. ഓക്കെ, 7th പോയിന്റ് പറഞ്ഞത് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആണ്. അതായത് നമ്മൾ ഇങ്ങനെയുള്ള HMS സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ, അതായത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു ഹോസ്പിറ്റലിൽ എത്ര ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടോ ആ ഡിപ്പാർട്ട്മെന്റുകളുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങളെ നമുക്കൊരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഒരു സെൻട്രലൈസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി, ഒരു ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അതാണ് അവർക്ക് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത്. അവരാണ് ആ ഹോസ്പിറ്റലിന്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് ആണല്ലോ. അതൊരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആണ്. കാരണം ഹോസ്പിറ്റലില് എത്രയൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിച്ചാലും അവരെ എല്ലാവരെയും ഒരുപോലെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലേ. അതുപോലെ തന്നെയാണ്, അത് തന്നെയാണ് അവിടെ പറയുന്നത്. ഇത്തരം HMS സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം, ഇപ്പൊ ഫാർമസി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, അവിടെ എല്ലായിടത്തും നമ്മൾ HMS സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇവയെല്ലാം പരസ്പരം എന്താണ്, ഇന്റർ കണക്റ്റഡ് ആണ് അല്ലെ. പരസ്പരം കണക്റ്റഡ് ആയിട്ട് കോർഡിനേറ്റഡ് ആയിട്ടാണ് നമ്മുടെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലെ. ഇപ്പൊ ആ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ എന്ത് കാര്യങ്ങൾ നടന്നാലും, ഫാർമസി ഡിപ്പാർട്ട്മെന്റിൽ എന്ത് കാര്യങ്ങൾ നടന്നാലും എല്ലാം നമ്മൾ അഡ്മിനിസ്ട്രേഷന്റെ കൈകളിൽ എത്തും. കാര്യം എന്താണ്, ഇവയെല്ലാം HMS സംവിധാനങ്ങളിലൂടെ പരസ്പരം കണക്റ്റഡ് ആണ്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിന് സഹായിക്കുന്നുണ്ട് കേട്ടോ. HMS ഹെൽപ്സ് ടു ബിൽഡ് അപ്പ് എ സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ഫോർ മാനേജിങ് ആക്ടിവിറ്റീസ്. ഹോസ്പിറ്റലിലെ ആക്ടിവിറ്റീസുകളെ നമുക്കൊരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമിലേക്ക്, ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള പ്ലാറ്റ്ഫോമിലോട്ട് കൊണ്ടുവരുന്നതിനായിട്ട് HMS സംവിധാനങ്ങൾ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളും അവരവരുടേതായ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒരിക്കലും അവിടുത്തെ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാത്തിന്റെ ഒരു സെൻട്രലൈസ്ഡ് കൺട്രോൾ ഉണ്ടായിരിക്കണം അല്ലെ. എങ്കിൽ മാത്രം ആ മൊത്തത്തിൽ ആ ഹോസ്പിറ്റലിനെ നമുക്ക് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. എങ്ങനെയൊക്കെയാണ് ഹോസ്പിറ്റൽസ് ടു സ്ട്രീം ലൈൻ ദർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്, അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സുകളെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളിൽ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, എന്നുവെച്ചാൽ ആ ഒരു പ്രവർത്തനങ്ങളില് ആ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, അത് താഴെ പോകാതെ എന്നും സ്ഥിരമായിട്ട് നിലനിർത്താനായിട്ട് ആ ഒരു കൺസിസ്റ്റൻസി ഉറപ്പാക്കിക്കൊണ്ടൊക്കെ കാര്യക്ഷമത വർദ്ധിപ്പിച്ചുകൊണ്ട്, എററുകൾ കുറച്ചുകൊണ്ട്, മൊത്തത്തിൽ ഓവറോൾ പേഷ്യന്റ് കെയർ ബെറ്റർ ആക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഹോസ്പിറ്റൽ ആക്ടിവിറ്റീസിനെ എല്ലാം തന്നെ ഒരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കുറച്ച് അകത്തേക്ക് ചിന്തിക്കണം. അത് ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണത്തിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. നിങ്ങള് എന്താണ് ഇത് പഠിച്ചില്ലേ, മെറ്റീരിയൽ മാനേജ്മെന്റ് പഠിച്ചപ്പോൾ ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റിനെ പറ്റി പറഞ്ഞില്ലേ. അതായത് ഒരു ഹോസ്പിറ്റലില് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവരൊറ്റയ്ക്കാണോ വാങ്ങുന്നത്,
അല്ല, എല്ലാവരുടെയും ആവശ്യങ്ങളെ നമ്മൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, ഈ ഒരു പർച്ചേസിംഗ് മാനേജറുടെ സിംഗിൾ കൺട്രോളിലോട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതൊരു സെൻട്രലൈസ്ഡ് ആണ്. എല്ലാവരുടെയും കാര്യങ്ങൾ ഒറ്റ ഒരു കൺട്രോളിലോട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്താ, നമുക്ക് അവിടെ എല്ലാ കാര്യങ്ങളും ഒരുപോലെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ഐശ്വര്യ എന്താ ചോദിച്ചാൽ 6ാമത്തെ പോയിന്റ് അല്ലെ. 6ാമത്തെ പോയിന്റ് ഇതാണ്, ഇന്റലിജന്റ് അനലിറ്റിക്സ് വിത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്. HMS സംവിധാനങ്ങള്, HMS എന്ന് പറഞ്ഞാൽ എന്താ, സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ അല്ലെ. ഇത്തരം സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ടുകൾ, എന്ന് വെച്ചാൽ തത്സമയ റിപ്പോർട്ടുകൾ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. കാര്യം എല്ലാം സിസ്റ്റമൈസ്ഡ് ആയതുകൊണ്ട് റിയൽ ടൈം തത്സമയം നമ്മളൊക്കെ അവിടെ നടക്കുന്ന ഓരോന്നിന്റെ റിപ്പോർട്ടുകൾ നമുക്ക് അപ്പൊ തന്നെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ജനറേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളെ ശരിയായ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, വിലയിരുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ തന്നെ കാര്യങ്ങൾ റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. പണ്ടത്തെ പോലെ ഒരു വൈദ്യുതിയൊന്നുമില്ല, എല്ലാം നമുക്ക് സിസ്റ്റത്തിലൂടെ ഈസി ആയിട്ട് ഒരു റിപ്പോർട്ട് വേണമെങ്കിൽ എളുപ്പം നമുക്ക് പെട്ടെന്ന് ഡേറ്റ് സ്കാൻ ചെയ്ത് റിപ്പോർട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഈ റിപ്പോർട്ടുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഒരുപാട് വലിയ റിസർച്ചോ പ്രോജക്റ്റുകളോ ഒരുപാട് നീണ്ട കാലത്ത് പ്രയത്നമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ തന്നെ റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ചോദിച്ച ആൾക്കാർക്കൊക്കെ ഓക്കെ ആണോ? നെക്സ്റ്റ് കേട്ടോ. അപ്പൊ നമ്മൾ ബെനിഫിറ്റുകളും പഠിച്ചു കഴിഞ്ഞു കേട്ടോ. 9 ബെനിഫിറ്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസ്. ഇനി നമ്മൾ പഠിക്കുന്നത് നമ്മുടെ HMS സംവിധാനങ്ങളുടെ ചില പ്രധാനപ്പെട്ട ചില ഫീച്ചേഴ്സുകളാണ് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സുകളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. എന്തൊക്കെ ഫീച്ചേഴ്സുകൾ ഉണ്ട്? അതിനകത്ത് നമുക്ക് കുറച്ച് പോയിന്റുകൾ മാത്രം പഠിക്കാനുള്ളൂ കേട്ടോ. എന്തൊക്കെയാണ് ആ പോയിന്റുകൾ നോക്കിയേ. ഫസ്റ്റ് വൺ, പേഷ്യന്റ് പോർട്ടൽ അല്ലെ. പേഷ്യന്റ് പോർട്ടൽ അതൊരു നല്ലൊരു ഫീച്ചറാണ് കേട്ടോ. HMSന്റെ ഏറ്റവും നല്ലൊരു സവിശേഷതയാണ് പേഷ്യന്റ് പോർട്ടൽ. അതുപോലെ തന്നെ എന്താണ്, മെഡിക്കൽ ബില്ലിംഗ്. ഓക്കെ, മെഡിക്കൽ ബില്ലിംഗ്. പിന്നെ പേഷ്യന്റ് ഷെഡ്യൂളിംഗ്. പിന്നെ ഈ പ്രിസ്ക്രൈബിംഗ്. ഈ പ്രിസ്ക്രൈബിംഗ് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ്. ദെൻ അടുത്തത് എന്താണ്, റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. ഇതാണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. ദെൻ അടുത്ത പോയിന്റ്, മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് അഥവാ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്. ഇത് ആദ്യത്തെ അല്ല കേട്ടോ, അത് മെഡിക്കൽ റെക്കോർഡിനകത്ത് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് കേട്ടിട്ടില്ലേ നിങ്ങള്? അത് തന്നെയാണ് കേട്ടോ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്. ഇത്രയുമാണ് അതിനകത്ത് പോയിന്റ് വരുന്നത്. ഈ റാപ്പിംഗ് ഇൻറ്റെപ്പ് എന്ന് പറഞ്ഞ പോയിന്റ് ഒന്നും അല്ല കേട്ടോ. റാപ്പിംഗ് ഇൻറ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു പോയിന്റ് ഒന്നുമല്ല, അത് മൊത്തത്തിൽ കൺക്ലൂഡ് ചെയ്ത് പറയുന്നത് മാത്രം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്ന് എന്താ നോക്കാം. ഇതിൽ എക്സ്പ്ലനേഷൻ ഒന്നും കണ്ട് നിങ്ങൾ ഇതാവണ്ട. ഈ എക്സ്പ്ലനേഷനകത്ത് വെറും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ആ പോയിന്റ് മാത്രം പഠിച്ചു വെക്കാം. HMSന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിൽ ഒന്നാണ് പേഷ്യന്റ് പോർട്ടൽ. പേഷ്യന്റ് പോർട്ടൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പേഷ്യന്റിന്റെ കാര്യങ്ങൾക്ക് പേഷ്യന്റിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു ഫീച്ചറാണ് അതല്ലേ പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പോണന്റ് പഠിച്ചപ്പോ ഫസ്റ്റ് ഒരു കമ്പോണന്റ് നമ്മൾ പഠിച്ചു, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് കമ്പോണന്റ് അല്ലെ. അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്, പേഷ്യൻസ് വൺസ് ഈ അപ്പോയിന്റ്മെന്റ് റിസർവ് ചെയ്താല് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യണം, അവരുടെ മെഡിക്കൽ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യണം അല്ലെ. ആ മെഡിക്കൽ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കുന്നത് HMSന്റെ ഏത് സംവിധാനമായിരുന്നു, പേഷ്യന്റ് പോർട്ടൽ സംവിധാനങ്ങളാണ് അല്ലെ. പേഷ്യന്റിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടി മാത്രം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടലാണ്. പേഷ്യൻസിന് അവരുടെ അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാം, അവർക്ക് ഓൺലൈൻ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും അപ്ഡേഷൻ വരുത്താം, അതുപോലെ അവർക്ക് ഡോക്ടേഴ്സിനെ പറയുന്ന അവരെയൊക്കെ മീറ്റ് ചെയ്യാം. അങ്ങനെ അവർക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കുകളോ കംപ്ലൈന്റുകളോ പ്രോബ്ലംസുകളോ അറിയിക്കാനുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് പേഷ്യന്റ് പോർട്ടൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഏറ്റവും ഒന്നാമത്തെ ഫീച്ചറായിട്ട് പറയുന്നത് കേട്ടോ. നോക്കുക, the patient portal is an unavoidable feature of a health information system. HMSന്റെ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ് എന്ത്, പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ പ്രോഗ്രാം ലൈക്ക് ദ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഇനി നമ്മൾ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഒക്കെ പഠിക്കുന്നുണ്ട്, അതുപോലൊരു പ്രോഗ്രാം ആണ് ശരിക്കും കേട്ടോ. ബട്ട് വാട്ട് മേക്സ് ഇറ്റ് ഡിഫറെന്റ് ഇസ് ദാറ്റ് these patients can have a secure online entry to their medical record, arranging doctor appointments, passing information with the doctor, checking medical bills, and processing payment online. All they require is smart equipment to avail themselves of the maximum benefits of the feature. ശരിക്കും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ സെക്യൂർ ഓൺലൈൻ പ്ലാറ്റ്ഫോം. ഇറ്റ്സ് എ
secure online platform that allows the patient to manage their health information. Like that allows the patient to manage their health information ഒക്കെ manage ചെയ്യാനും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് ദെയർ കെയർ അല്ലെ. ചുരുക്കി പറഞ്ഞാൽ ഒരു പേഷ്യൻസിന് അവരുടെ ഹെൽത്ത് ഇൻഫർമേഷൻസുകളൊക്കെ മാനേജ് ചെയ്യാനും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ പരിചരണ പ്രക്രിയനെ കുറെ കൂടെ ഇംപ്രൂവ് ചെയ്യുന്നതിനുമായിട്ട് അവരെ സഹായിക്കുന്ന വളരെ സെക്യൂർ ആയിട്ടുള്ള വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് എന്തെന്ന് പറയുന്നത് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത്. അത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് HMS കേട്ടോ. അപ്പൊ അതിലൂടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്? എന്തുകൊണ്ടാണ് മറ്റു ഫീച്ചേഴ്സ് നിന്നിട്ട് വ്യത്യസ്തമായിട്ടിരിക്കാൻ കാരണം എന്താണ്? The patients can secure online entry to their medical record. കണ്ടോ, അവർക്ക് അതിലൂടെ അവരുടെ മെഡിക്കൽ റെക്കോർഡുകൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവർക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അറേഞ്ചിങ് ഡോക്ടർ അപ്പോയിന്റ്മെന്റ്, ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കാൻ പറ്റുന്നുണ്ട്. പാസിംഗ് ഇൻഫർമേഷൻ വിത്ത് ഡോക്ടർ, ദാറ്റ് മീൻസ് ഡോക്ടേഴ്സുമായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചെക്കിംഗ് മെഡിക്കൽ ബിൽസ്, അവരുടെ ബില്ലുകൾ അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് പ്രോസസിംഗ് പേയ്മെന്റ് ഓൺലൈൻ ത്രൂ പേയ്മെന്റുകൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ പേഷ്യന്റ് പോർട്ടൽ സംവിധാനത്തിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് ഒരു പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടുകളും നമുക്ക് പേഷ്യന്റ് പോർട്ടല് നൽകുന്നുണ്ട് കേട്ടോ. അത്ര എഴുതാനായിട്ട് പറയുന്നത് കേട്ടോ. ഇനി നോക്കാം, ഇൻസ്റ്റെഡ് ഓഫ് ഫോളോയിങ് ദ ഏജ് ഓൾഡ് പ്രോസസ് ഓഫ് അറേഞ്ചിങ് എ ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റ്, they must just log into their account in the patient portal, have an understanding of the availability of their doctors, and make an appointment according to their convenience and doctors availability. അതായത് പണ്ടത്തെ കാലഘട്ടത്തിൽ കമ്പയർ ചെയ്തൊരു പറഞ്ഞതാണ്. പണ്ടത്തെ ഏജ് ഓൾഡ് പ്രോസസ് എന്ന് വെച്ചാൽ പണ്ട് കാലത്തൊക്കെ നമുക്കൊരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കാനായിട്ട് നമ്മൾ രാവിലെ പോകണം, ടോക്കൺ എടുക്കണം, ക്യൂ നിൽക്കണം, അതിന്റെ ഡോക്ടറെ കാണാൻ ഒരുപാട് സമയം, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെ. പക്ഷെ ഇന്ന് നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഇത്തരം പേഷ്യന്റ് പോർട്ടൽ സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അതിലൂടെ നമുക്ക് ലോഗിൻ ചെയ്ത് പേഷ്യന്റിന് അവരുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി അനുസരിച്ചുകൊണ്ട് അവർ പ്രിഫർ ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റുകൾ അവർക്ക് എടുക്കാം അല്ലെ. ഓക്കെ, പിന്നെന്താണ്, ആഫ്റ്റർ അറേഞ്ചിങ് ദ അപ്പോയിന്റ്മെന്റ് they can verify the bill and make the payment or set the details of future payment. ഇനി അപ്പോയിന്റ്മെന്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ബില്ലുകൾ സ്വയം വെരിഫൈ ചെയ്യാം, അവരുടെ അക്കൗണ്ടിൽ കയറി അവർക്ക് ബില്ലുകൾ വെരിഫൈ ചെയ്യാം, അതുകൂടാതെ അവർക്ക് പേയ്മെന്റുകൾ നടത്താം, ഫ്യൂച്ചർ പേയ്മെന്റുകളൊക്കെ അവർക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമാണ്. ഓക്കെ, the popularity of the patient portal is growing day by day since it enhances the accessibility for patients and keeps the transparency between the patients and their treatment process. ചുരുക്കി പറഞ്ഞ ഇന്നത്തെ കാലത്ത് പേഷ്യന്റ് പോർട്ടലിന്റെ പോപ്പുലാരിറ്റി വളരെയധികം എന്താണ് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മുടെ പേഷ്യൻസിനും ഈ പറയുന്ന ഹോസ്പിറ്റലിനും ഇടയിലുള്ള ആ ഒരു ട്രാൻസ്പാരൻസി, അവർ തമ്മിലുള്ള ആ ഒരു റിലേഷനിൽ നല്ലൊരു ട്രാൻസ്പാരൻസി, സുതാര്യത നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. പണ്ടത്തെ പോലെ അല്ലല്ലോ, പേഷ്യൻസ് ആർ മോർ ഇൻവോൾവ്ഡ് ഇൻ ദെയർ പേഷ്യന്റ് കെയർ അല്ലെ. അവരുടെ കെയർ അവർ കുറെ കൂടി ഇൻവോൾവ്ഡ് ആണ്. They can communicate with the doctors and nurses അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് അവർക്കിടയിലുള്ള ആ ഒരു റിലേഷന് കുറെ കൂടി സുതാര്യത ഉറപ്പാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, therefore hospitals select this to improve their patient satisfaction level and build themselves as a dependable. അതുകൊണ്ട് തന്നെ ഇത്തരം പേഷ്യന്റ് പോർട്ടലിന്റെ ഇത്തരം സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ലെവലുകൾ നമുക്ക് വർദ്ധിപ്പിക്കാനും ഓരോ പേഷ്യൻസിനും കുറെ കൂടി ഒരു എന്താണ് ബിൽഡ് ദംസെൽസ് ഒക്കെ ഡിപ്പെൻഡബിൾ വൺസ് അല്ലെ. അവർക്ക് അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ട് അവരുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഫെസിലിറ്റികൾ അവർക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ആശയം മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് HMSന്റെ പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ പേഷ്യൻസിന് എന്ത് ചെയ്യാം, അവർക്ക് അവരുടെ അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാം, അവരുടെ ബില്ലുകൾ വെരിഫൈ ചെയ്യാം, പേയ്മെന്റ് നടത്താം, എന്ത് വേണമെങ്കിലും നമുക്ക് ഇത്തരം ഒരു ഫീച്ചർ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും മനസ്സിലാക്കാൻ കേട്ടോ. പേഷ്യന്റ് പോർട്ടൽ ഒരു ഫീച്ചറാണ്. രണ്ടാമത്തതാണ് മെഡിക്കൽ ബില്ലിംഗ്. മെഡിക്കൽ ബില്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്റെ ഇത്രയുള്ള സംഭവം. ഇറ്റ് ഹെൽപ്സ് ദ ഹോസ്പിറ്റൽ ടു മാനേജ് ദ മെഡിക്കൽ ബില്ല് അല്ലെ, ടു എന്താ പറയാ ബില്ലിംഗ് ടാസ്ക് മോർ എഫിഷ്യന്റ് അല്ലെ. ഇറ്റ് ഹെൽപ്സ് ദ ഹോസ്പിറ്റൽ ടു മാനേജ് ദ ബില്ലിംഗ് ടാസ്ക് മോർ എഫിഷ്യന്റ്ലി ബൈ സേവിംഗ് ടൈം ആൻഡ് എഫർട്ട്. പരമാവധി സമയം, എഫർട്ട് ഇതൊക്കെ സേവ് ചെയ്തുകൊണ്ട് ഹോസ്പിറ്റൽസിന് ബില്ലിംഗ് ടാസ്കുകളൊക്കെ വളരെ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്, മെഡിക്കൽ ബില്ലിംഗ് എന്ന് പറയുന്ന HMSന്റെ ഫീച്ചർ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? മെഡിക്കൽ ബില്ലിംഗ് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് ഹോസ്പിറ്റൽസിന് ബില്ലിംഗ് ടാസ്കുകളൊക്കെ കുറെ കൂടെ എഫിഷ്യന്റ് ആയിട്ട് അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. എങ്ങനെ? ബൈ റിഡ്യൂസിംഗ് ദ ടൈം ആൻഡ് എഫർട്ട്. അവരുടെ ടൈമും എഫർട്ടും ഒക്കെ പരമാവധി കുറച്ചുകൊണ്ട്
നമുക്ക് ബില്ലിംഗ് ടാസ്കുകൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ ഹോസ്പിറ്റലിനെ സഹായിക്കുന്നത് മെഡിക്കൽ ബില്ലിംഗ് എന്ന് പറയുന്ന ഫീച്ചർ ആണ്. ഓക്കെ, ഇത് ജസ്റ്റ് വായിക്കാം. ഓൺലൈൻ മെഡിക്കൽ ബില്ലിംഗ് ഫീച്ചർ കൺട്രോൾസ് ഓൾ ദ ബില്ലിംഗ് വർക്ക് ഇൻ ലെസ് എമൗണ്ട് ഓഫ് ടൈം ദാൻ യൂഷ്വൽ. സാധാരണ സമയത്തിനേക്കാളും കുറെ കൂടെ നല്ല രീതിയിൽ ബില്ലിംഗ് വർക്കുകളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് മെഡിക്കൽ ബില്ലിംഗ് ഫീച്ചർ സഹായിക്കുന്നുണ്ട്. ഓക്കെ, gone are the days when the hospital spend a major amount of time controlling all the appointments and billing. Now with the medical billing feature, the patient's billing, insurance details, patient tracking, and payment process, everything can be managed with the capability. അല്ലെ, അതായത് പണ്ടത്തെ ഒരു കാലഘട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഈ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുത്തിരുന്നു. പക്ഷെ ഇന്ന് ഈ പറയുന്ന മെഡിക്കൽ ബില്ലിംഗ് ഫീച്ചർ ഉള്ളത് കൊണ്ട് തന്നെ പേഷ്യൻസിന് അവരുടെ ബില്ലിംഗ് ആയിക്കോട്ടെ, ഇൻഷുറൻസ് കാര്യങ്ങളായിക്കോട്ടെ, അതൊക്കെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും അതുപോലെ അവർക്ക് പേയ്മെന്റുകളും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് പ്രോസസ് ചെയ്യാനും അവർക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, യു ക്യാൻ ഈവൻ ആക്സെപ്റ്റ് എ നോട്ടിഫിക്കേഷൻ അനർട്ട് if there is any delay or other issues in payment, so that you can take action according to the laws. അത് മാത്രമല്ല, നമ്മൾ പേയ്മെന്റ് നടത്തുന്നതിൽ എന്തെങ്കിലും ഡിലേ വരികയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസുകളൊക്കെ വരുന്ന സമയത്ത് അതിനെ പറ്റിയിട്ട് നമ്മളെ നോട്ടിഫൈ ചെയ്യാനും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഈ പറയുന്ന മെഡിക്കൽ ബില്ലിംഗ് ഫീച്ചറുകൾ സഹായിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലെ, നമുക്ക് എന്തെങ്കിലും പേയ്മെന്റ് കൊടുക്കുന്നതിൽ ഡിലേ വരിക, പേയ്മെന്റ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ മെഡിക്കൽ ബില്ലിംഗ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം നമ്മളത് നോട്ടിഫൈ ചെയ്യും, പേഷ്യൻസിന് അത് അറിയിക്കും, നോട്ടിഫൈ ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് കാര്യങ്ങൾ ശരിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പേഷ്യൻസിന് സാധിക്കും. ഓക്കെ, അത്രയാണ് അതിന് പറയുന്നത് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ മെഡിക്കൽ ബില്ലിംഗ് ഫീച്ചർ ദാറ്റ് ഹെൽപ്പ് ദ ഹോസ്പിറ്റൽ എന്താണ് ടു ഡീൽ അല്ലെങ്കിൽ ടു മാനേജ് ബില്ലിംഗ് ടാസ്ക് എഫിഷ്യന്റ്ലി, അതും റെഡ്യൂസിങ് ടൈം ആൻഡ് എഫർട്ട്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? ആ ഫീച്ചർ ഒക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നത് പേഷ്യന്റ് ഷെഡ്യൂളിംഗ്. അത് നമുക്കറിയാലോ, പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അല്ലെ, ഏതൊരു ഹോസ്പിറ്റൽ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാലും പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് ഒരു ഫീച്ചർ ഉണ്ട്. ആ ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ടാണ് പേഷ്യൻസ് എന്ത് ചെയ്യുന്നത്, അവരുടെ അപ്പോയിന്റ്മെന്റുകളും മറ്റുമൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, ജസ്റ്റ് ആസ് ദ പേഷ്യന്റ് പോർട്ടൽ ഉപയോഗിക്കാം കേട്ടോ. പേഷ്യന്റ് പോർട്ടൽ വഴിയായിട്ടും നമുക്ക് അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാം. അതുകൂടാണ്ട് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്ന മറ്റൊരു ഫീച്ചർ കൂടി ഉണ്ട്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ജസ്റ്റ് ആസ് ദ പേഷ്യന്റ് പോർട്ടൽ with the patient scheduling, the patients can arrange their own appointments by merely logging to their respective account. പേഷ്യൻസിന് അവരുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് അവർക്ക് ഇതുപോലെ അവരുടെ അപ്പോയിന്റ്മെന്റുകൾ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദിസ് വേ they neither should wait in the line in front of the doctor's chamber or clinic, nor required to call the clinic repeatedly to have an appointment. അതുകൊണ്ട് തന്നെ ഒരു അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് അവർക്ക് ഒരിക്കലും ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വലിയൊരു ക്യൂ നിൽക്കാനോ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റിന് വേണ്ടി പിന്നെ റിപ്പീറ്റ് ആയിട്ട് ക്ലിനിക്കിലേക്ക് വിളിച്ച് പറയേണ്ട ഒരു കാര്യമോ ഒന്നും തന്നെ വരുന്നില്ല. ഇങ്ങനെയുള്ള ഒരു പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ട് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവർക്ക് ഡോക്ടേഴ്സിന്റെ എന്ത് ചെയ്യാൻ പറ്റും, അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഓൾ ദ ഫെസിലിറ്റീസ് വിൽ ബി അവൈലബിൾ 24/7 ഇൻഡു ആണ് കേട്ടോ, അവിടെ ബൈസനാണ്. ഓൾ ദ ഫെസിലിറ്റീസ് വിൽ ബി അവൈലബിൾ 24/7 വിത്ത് ജസ്റ്റ് എ ടാപ്പ് away. അല്ലെ, എല്ലാ ഫെസിലിറ്റികളും നമുക്ക് 24/7 ലഭ്യമാണ്. They can even go with their convenience with the availability of the doctor and make appointment according. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ കൺവീനിയൻസിന്, പേഷ്യൻസിന് അവരുടെ സൗകര്യങ്ങൾ അനുസരിച്ച് എന്നാൽ ഡോക്ടറുടെ ലഭ്യതയും കൂടെ കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് അപ്പോയിന്റ്മെന്റുകൾ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ദിസ് ഫീച്ചർ ഇസ് ബെനിഫിഷ്യൽ ടു ദ കെയർ പ്രൊവൈഡേഴ്സ് ടു. അപ്പൊ നമ്മള് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു ഫീച്ചർ പേഷ്യൻസിന് മാത്രമല്ല ഹെൽപ്ഫുൾ ആവുന്നത് കേട്ടോ, പേഷ്യൻസിന് മാത്രമല്ല അത് സഹായിക്കുന്നത്. ദിസ് ഈസ് ബെനിഫിഷ്യൽ ടു ദ കെയർ പ്രൊവൈഡേഴ്സ് ടു. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ അത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? ദേ ക്യാൻ അലൗ ടു ദെയർ സ്റ്റാഫ് ടെസ്റ്റ് റൂംസ് ആൻഡ് സ്പെഷ്യാലിറ്റി അപ്പാരറ്റസ് ഇഫ് റിക്വയർഡ്. സ്റ്റാഫുകളെ സംബന്ധിച്ചാണെങ്കിൽ അവരെങ്ങനെ സഹായിക്കുന്നത്, ഇത്ര രോഗികൾ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കത് മുൻകൂട്ടി അറിയാൻ സാധിക്കും. അപ്പൊ അതനുസരിച്ചുകൊണ്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് സ്റ്റാഫുകൾ അലോട്ട് ചെയ്യാം, ടെസ്റ്റ് റൂമുകൾ അവർക്ക് അലോട്ട് ചെയ്യാം. അതുപോലെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി അപ്പാരറ്റസുകൾ വേണമെങ്കിൽ അതൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, മുൻകൂട്ടി തന്നെ അവർക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. അല്ലെ, പിന്നെ ദിവസം ഇത്ര പേഷ്യൻസ് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയാം ഏകദേശം ഇത്രത്തോളം പേഷ്യൻസ് അന്നേ ദിവസം ഹോസ്പിറ്റലിൽ വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
അതിനനുസരിച്ച് അവരെ ട്രീറ്റ് ചെയ്യാനുള്ള സ്റ്റാഫുകളെ നമുക്ക് മുൻകൂട്ടി അലോട്ട് ചെയ്യാൻ പറ്റും. ടെസ്റ്റ് റൂമുകൾ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി എന്തെങ്കിലും സ്പെഷ്യലി അപ്പാരറ്റസുകൾ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അതും നമുക്ക് മുൻകൂട്ടി അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ആ രീതിയിൽ ആരെയും സഹായിക്കുന്നുണ്ട്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? അടുത്ത ഫീച്ചർ നോക്കി, ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ് ആണ് കേട്ടോ. ഈ പ്രിസ്ക്രൈബിംഗ് അഥവാ ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ്. ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് മീൻഡ് ബൈ ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ്? ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്നത് ആർക്കാണ്? മെഡിക്കൽ പ്രാക്ടീഷണർമാർക്കാണ് കേട്ടോ. എന്നുവെച്ചാൽ ഡോക്ടേഴ്സിനൊക്കെയാണ്, അവരാണല്ലോ പ്രിസ്ക്രിപ്ഷനും മറ്റും എഴുതുന്നത്. സോ ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ് ഫീച്ചർ that allows the medical practitioners to send the prescriptions electronically to the pharmacies. അല്ലെ ഈ പറയുന്ന മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന് ഇലക്ട്രോണിക്കലി ഈ പറയുന്ന എന്താണ് പ്രിസ്ക്രിപ്ഷൻസുകള് ഫാർമസിയിലേക്കും മറ്റുമൊക്കെ സെൻഡ് ചെയ്യുന്നതിനായിട്ട് ഏത് ഫീച്ചർ സഹായിക്കുന്നുണ്ട്? ഈ പ്രിസ്ക്രൈബിംഗ് മീൻസ് ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ് ഫീച്ചർ സഹായിക്കുന്നുണ്ട്. കിട്ടിയോ? ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ് ഫീച്ചർ that allows the medical practitioners to send prescriptions electronically to the pharmacy. ഫാർമസിയിലോട്ട് ഇലക്ട്രോണിക്കലി അവർക്ക് ഈ പറയുന്ന പ്രിസ്ക്രിപ്ഷൻസുകൾ സെൻഡ് ചെയ്യാനായിട്ട് ഏത് ഫീച്ചർ സഹായിക്കുന്നുണ്ട്? ഈ പ്രിസ്ക്രൈബിംഗ് ഫീച്ചർ സഹായിക്കും. ഓക്കെ, അപ്പൊ നോക്കുക. This software in health information system accelerates the complete prescription process normally done by the staff members of the medical practitioner's office. മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ ഓഫീസിലെ സ്റ്റാഫ് മെമ്പേഴ്സുകള് നോർമലി എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്രിസ്ക്രിപ്ഷൻ പ്രോസസ്സുകളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു ഫീച്ചർ അവരെ സഹായിക്കുന്നുണ്ട് കേട്ടോ. They are able to send and fill the prescriptions of every patient to the pharmacist online. ഈ ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ് ഫീച്ചർ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഈ പ്രിസ്ക്രിപ്ഷൻസ് ഓൺലൈൻ ആയിട്ട് തന്നെ ഇലക്ട്രോണിക്കലി അവർക്ക് എവിടേക്ക് അയക്കാൻ പറ്റുന്നുണ്ട്? ഫാർമസിയിലോട്ട് അയക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. Also they can trace the entire process and take any action. അത് മാത്രമല്ല, അവിടുത്തെ മുഴുവൻ പ്രോസസ്സിനെ അവർക്ക് കൃത്യമായിട്ട് ട്രേസ് ചെയ്യാനും എന്തെങ്കിലും ആക്ഷൻസുകൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാനും അവരെ സഹായിക്കുന്നുണ്ട്. This way the whole process becomes quicker, safe and free of error. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ മൊത്തം ഈ പറയുന്ന പ്രോസസ്സുകളെല്ലാം വളരെ വേഗത്തിലും വളരെ സേഫ് ആയിട്ടും വളരെ എറർ ഫ്രീ ആയിട്ടും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ശരിക്കും ഈ ചാപ്റ്റർ വലുതാണെങ്കിലും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് മനസ്സിലാക്കാറുള്ളൂ. മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ വലിയ ബുദ്ധിമുട്ടുമില്ല കേട്ടോ. അതൊക്കെ നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാവുന്ന പോയിന്റുകൾ. പോയിന്റുകൾ മാത്രം എടുക്കുകയാണെങ്കിൽ വളരെ കുറച്ചുള്ളൂ ഈ ചാപ്റ്റർ. വളരെ പോയിന്റുകൾ മാത്രമായിട്ട് നിങ്ങൾ പഠിച്ചാൽ ബെനിഫിറ്റുകൾ ഏതൊക്കെയാണ്, പോയിന്റുകൾ, ഫീച്ചേഴ്സുകൾ, പോയിന്റുകൾ പഠിച്ചു വയ്ക്കാം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് കമ്പോണൻസ് ആ പോയിന്റുകൾ പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറച്ച് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്താണ് അതൊക്കെ പഠിക്കാനുണ്ട്. റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, പിന്നെ എന്താണ് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. അതൊക്കെ നമുക്ക് ഓൾറെഡി ഒരു ഐഡിയ ഉള്ള സംഭവങ്ങളാണ്. അതൊക്കെ നമുക്ക് പഠിക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ യൂസസ് കേട്ടോ. അത്രയും കൂടെ കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ചെയ്യും കേട്ടോ. എളുപ്പമാണ് പഠിക്കാൻ കേട്ടോ, ബുദ്ധിമുട്ടൊന്നും. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, വേറെ ഡൗട്ടുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് നാളെ കാണാം. ഓക്കെ എന്നാ? ഓക്കെ അല്ലേ എല്ലാവരും? വായിച്ചു നോക്കണം കേട്ടോ. ഇന്ന് തന്നെ വായിച്ച് നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.